പ്രിപ്പറേഷൻ അതറിയാതെ സംഭവിക്കുന്നു. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അന്നത്തെ സിനിമ പോലെ അല്ലേ ഇപ്പോൾ ഭയങ്കരമായ കോമ്പറ്റീഷനാണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെ നമുക്കൊന്നും ഇങ്ങനെ ഒരു സിനിമ കഴിഞ്ഞിട്ട് ഇത്രയും പേരുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യങ്ങളുണ്ടായിരുന്നു. ഇത് സ്വാതന്ത്ര്യം ഇല്ലായ്മ എന്നല്ല പറയുന്നത്. സോ അവരുടെ ലൈഫിനെ കുറിച്ച് കുറച്ചുകൂടെ ടോളറൻസ് ലെവൽ കൂടുതലായിരുന്നു ഞങ്ങൾക്ക്. ഇപ്പോഴും ഇവർക്ക് ആ ടോളറൻസ് ലെവൽ ഉണ്ടാക്കിയെടുക്കണം അല്ലേ? ഇതൊരു പ്രത്യേക ഫീൽഡാണ് സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. സക്സസ്സിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന പോലെ തന്നെ ഫെയിലിയറിനെ അപ്രോച്ച് ചെയ്യാൻ പഠിക്കണം. ഇതിൽ മാത്രമല്ല, ജീവിതത്തിൽ മുഴുവൻ. അപ്പം അതുകൊണ്ട് അവരുടെ ടെൻഷനിലേക്ക് നമ്മൾ പോയിട്ട് ഈ ടെൻഷൻ അടിക്കുന്നത് അത് വീണ്ടും ടെൻഷനാവില്ലേ? അപ്പോൾ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, വരുന്ന പോലെ വരട്ടെ അല്ലേ? നമുക്കൊരു സിനിമയുടെ ട്രെയിലർ ലോഞ്ച് നടന്നു, ട്രെയിലർ കണ്ടു, ഇനി സിനിമ കാണാൻ പോവാണ്. ആ സിനിമയെ കണ്ടിട്ട് വിലയിരുത്തും. നല്ല സിനിമയാണെങ്കിൽ നല്ലതെന്ന് പറയും അല്ലേ? അങ്ങനെ എനിക്ക് പറയാനുള്ളൂ. വെറുതെ ഇരിക്കുന്ന ആളുടെ ടെൻഷനിൽ പോയിട്ടൊന്നും കുത്തി നോക്കരുത് പ്ലീസ്. നിങ്ങളുടെ ഞാൻ തമാശയ്ക്ക് ഒരു ദിവസം ലൊക്കേഷനുമായി അടുത്ത് പറഞ്ഞു ഇങ്ങനെ തോളി ജംഗ്ഷൻ നടക്കുമ്പോൾ ചോദിച്ചു, വെറുതെ വീഡിയോ എടുക്കാൻ വേണ്ടിയായിരുന്നു എനിക്ക് പോസ്റ്റ് ചെയ്യാനായിരുന്നു. പക്ഷെ മായ സമ്മതിച്ചില്ല, പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു സീനിൽ ഞാൻ ചോദിച്ചു, എന്താ മോനെ അങ്ങനെ എന്തോ ചുമ്മാ തമാശ, പടത്തിലൊന്നുമില്ല. കാരണം നമ്മൾ സിനിമ ഇപ്പോൾ ലാലേട്ടൻ റെഫറൻസുകൾ ഞാൻ യൂസ് ചെയ്തിരുന്ന പോലും സിനിമകളിൽ അത് വളരെ ബ്ലെൻഡായിട്ട് പോകുമ്പോഴാണ്, അല്ലാതെ ഒരു ഫോഴ്സ്ഡ് ആയിട്ട് നമ്മളൊരു സാധനം യൂസ് ചെയ്തിട്ടില്ല. ഈ സിനിമയിൽ അങ്ങനെ ഒരു ഏരിയ വന്നില്ല. അറിയില്ല, ഞാൻ ഇങ്ങനെ മനഃപൂർവ്വം ഒരു സാധനം ചെയ്യാൻ ആലോചിക്കാറില്ല. സിനിമയുടെ എന്താണോ അതിൻ്റെ തിരക്കഥയിൽ എന്താണ് ആവശ്യപ്പെടുന്നത് അതിൻ്റെ കൂടെ യാത്ര ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. അഭിനയിച്ച് കഴിഞ്ഞായിട്ട് ആ സിനിമ കാണുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഫീൽ ചെയ്യാം. അല്ലാതെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള ഒരു കുളിക്കായിട്ട് ഞാൻ വിചാരിച്ചു. അച്ഛൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം തന്നെയാണ്. സിനിമകൾ ഒത്തിരി അച്ഛനെ കണ്ടിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ കിരീടമാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഈ സിനിമയിൽ അച്ഛൻ്റെ മുന്നിൽ പോയിരുന്ന് ഒരു ഡയലോഗ് പറയുമ്പോൾ, ജൂഡ് പറഞ്ഞു തരുന്ന ഡയലോഗ് പറയുമ്പോൾ എന്തായിരുന്നു ആ ഫീൽ?